ക്യാൻവ ഗ്രാഫിക് ഡിസൈൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെംപ്ലേറ്റ് വെച്ച് ഡിസൈൻ ചെയ്യാൻ പഠിച്ചു. അതിൽ തന്നെ ഒരു ടെംപ്ലേറ്റിലെ ഫോട്ടോസ് ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ അതിലുപയോഗിച്ചിരിക്കുന്ന കളറ് ചേഞ്ച് ചെയ്യാനും അതിലെ ഫോട്ടോസ് മാറ്റാനെല്ലാം നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസത്തെയും ക്ലാസ് നിങ്ങൾ മുടങ്ങാതെ ആ ദിവസം തന്നെ കാണുക. ക്യാൻവയിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ച ഈ ഒരു ഡിസൈനിലേക്ക് നമുക്ക് എക്സ്ട്രാ ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്ലോഡ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്ലോഡ് ഫയൽസ്, ഡിവൈസ് എന്നിങ്ങനെ പോയിട്ട് നമുക്ക് നമ്മുടെ ഫയലിലുള്ള ഫോട്ടോസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ കയ്യിൽ ഫോട്ടോസൊന്നുമില്ല, നമുക്ക് ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെയും അപ്ലോഡ് ചെയ്യാം. ഇനി അതുമല്ല, ക്യാൻവയിൽ തന്നെ എലമെൻറ്റ്സ് എന്നൊരു ടൂൾ ബാർ ഉണ്ട്. എലമെൻറ്റ്സ് എന്ന ടൂൾ ബാർ ഓപ്പൺ ചെയ്താൽ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് എലമെൻറ്റ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് ഇതിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഞാൻ ഫാമിംഗ് സെർച്ച് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോട്ടോസ് ഇവിടെ ക്യാൻവയിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അല്ല, HD ഹൈ ക്വാളിറ്റി ഫോട്ടോസ്. ഈ എല്ലാ ഫോട്ടോസും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻവയുടെ പ്രോ വെർഷൻ നമുക്ക് ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാണ്. ആ ഒരു ഫോട്ടോ ഇനി താഴെയുള്ള ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ ഏത് ഫ്രെയിമിലേക്കാണ് കൊണ്ടുവരേണ്ടത് ആ ഫ്രെയിമിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിമിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. ശേഷം നമുക്ക് ഏത് ഭാഗമാണ് കറക്റ്റായിട്ട് ഫ്രെയിമിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ടെംപ്ലേറ്റ്, അതായത് ഒരു ഡിസൈൻ മോഡൽ, ആ ഒരു മോഡലിലെ ഏതെങ്കിലും ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഈ ഒരു ടെംപ്ലേറ്റ്, അതായത് ഈ ഡിസൈൻ ഫയൽ, വർക്ക് ഫയൽ, അതിൻ്റെ കളറ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഓരോ കളറ് ക്ലിക്ക് ചെയ്തിട്ട് കളറിൽ പോയിട്ട് നമുക്ക് കളറ് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു കളർ പാലറ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് കളർ പാലറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് കളർ പാലറ്റ് എന്ന് സെർച്ച് ചെയ്യാം. നമുക്ക് ഏത് ടൈപ്പ് കളർ പാലറ്റാണ് വേണ്ടത് അത് നമുക്കിത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്പോർട്സ് കളർ പാലറ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് കളർ പാലറ്റ് വന്നിട്ടുണ്ട്. ഇതിലേത് കളർ പാലറ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു കളർ പാലറ്റ് സെലക്ട് ചെയ്തു. ശേഷം ലോങ് പ്രസ് ചെയ്തു. ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ക്യാൻവ ഓപ്പൺ ചെയ്യാണ്. ശേഷം അപ്ലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അതിൽ അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ചെയ്യാം, ഡിവൈസ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത കളർ പാലറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത കളർ പാലറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ ഇമേജസിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ശേഷം ഈ ഒരു കളർ പാലറ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് ഒരു സൈഡിൽ കൊണ്ടുപോയേക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു കളർ പാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇല്ല, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ഡോട്ട് കാണാം. ഇപ്പോൾ അഗ്രികൾച്ചറിലാണ് ക്ലിക്ക് ചെയ്ത്, അതിലെല്ലാം കളർ പാലറ്റ് സെലക്ട് ആക്കിയാൽ ഒരു 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. അതിലുണ്ടാവും അപ്ലൈ കളേഴ്സ് ടു പേജ്. അപ്ലൈ കളേഴ്സ് ടു പേജ് ഏറ്റവും ലാസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഡിസൈൻ്റെ എൻ്റെ കളർ ചേഞ്ച് ചെയ്തു. അറിയിട്ടില്ല, നമ്മളിപ്പോൾ കൊണ്ടുവന്ന കളർ പാലറ്റിലെ കളറാണ് ഇപ്പോൾ ഇതിലുള്ളത്. ആദ്യം ഈ ടെംപ്ലേറ്റിൻ്റെ കളർ ഇങ്ങനെയായിരുന്നു, ശേഷം ഇപ്പോൾ ഇങ്ങനെയായി. ഓക്കെ, ഇതൊരു
അഡ്വാൻസ് ട്രിക്കാണ് കേട്ടോ. നമ്മൾ കളറ് മാനുവലി സെലക്ട് ചെയ്യുമ്പോൾ അത് കളർ മിസ് മാച്ച് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കളർ കൊടുക്കാം. കൊണ്ടുവന്ന കളർ പാലിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഒന്നുകൂടെ കളർ മാറുന്ന കാണാം. നിങ്ങൾക്ക് അപ്ലൈ ഉണ്ടോ, കളർ മാറി മാറി വരുന്ന കാണാം. അതിലുള്ള ഓരോ കളറും അതിൽ നിന്ന് മാറി മാറി വരികയാണ്. ഓക്കെ, ഇനി നമുക്ക് ക്യാൻവയിൽ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യലേ നോക്കാം. എങ്ങനെയാണ് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്യാൻവയിൽ റിമൂവ് ചെയ്യാം. അതിനായിട്ട് സ്പേസ് ഉണ്ടാക്കട്ടെ അവിടെ. ഞാനിവിടെ വേറൊരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. ഹോം എടുക്കുന്നു. ശേഷം ഞാനിതിൽ ടെംപ്ലേറ്റിൽ ഓൺലൈൻ കോഴ്സ് എന്ന് സെർച്ച് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഈ ടെംപ്ലേറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഈ ഓപ്പൺ ചെയ്ത ടെംപ്ലേറ്റിലേക്ക് നമുക്കിത് എങ്ങനെയും വേണം എഡിറ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സ് എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഹയറിങ്, അതായത് നിയമിക്കുന്നു, ടീച്ചേഴ്സിനെ നിയമിക്കുന്ന ഒരു പരസ്യം ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ടീച്ചറെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഡിലീറ്റ് ഇമേജ് എന്ന് കൊടുത്തിട്ടോ. ഇനി എലമെൻസിൽ പോയി ഞാൻ സെർച്ച് എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ സെർച്ച് ഫോട്ടോസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ത്യൻ ടീച്ചർ എന്ന് സെർച്ച് ചെയ്യുന്നു. ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിതിലൊരു ടീച്ചറെ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ ടീച്ചറെ ബാക്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കാണാമല്ലോ അല്ലേ. ഈ ഫോട്ടോയുടെ പേര് പിന്നിലായിട്ട് ഒരുപാട് എഴുത്തുമുള്ളിലേക്ക് ഉണ്ടല്ലോ അല്ലേ. അതെങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നോക്കട്ടോ. ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എടുത്തിട്ടോ. ഏതൊരു ഫോട്ടോയുടെയും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം. കാണിച്ചു തരാം. അതൊരു ഫോട്ടോ എടുത്തു. ഇനി അതിൽ ബിജി റിമൂവർ എന്ന് കണ്ടില്ലേ, ബിജി റിമൂവർ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ഈ ഫോട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സിമ്പിളായിട്ട് തന്നെ റിമൂവ് ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു ഫോട്ടോ കൂടി ഞാനിവിടെ കൊണ്ടുവരാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. വളരെ സിമ്പിളായിട്ട് നമുക്കിതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അതുപോലെ ഞാനിവിടെ ഒരു യൂട്യൂബ് തംബ്നെയിൽ ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ക്യാൻവയിൽ ഹോം പേജ് എടുക്കുന്നു. ഹോം പേജ് എടുത്തിട്ട് ക്യാൻവയിൽ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് യുവർ കണ്ടൻറ്റ് എന്നുള്ള ഭാഗത്ത് ഞാൻ യൂട്യൂബ് തംബ്നെയിൽ എന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഈ ഒരു തംബ്നെയിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് സബ്ജക്റ്റ് സെർച്ച് ചെയ്യാം കേട്ടോ. ഏതൊരു തംബ്നെയിലാണ് വേണ്ടതെന്ന് നമുക്ക് അങ്ങനെയും തംബ്നെയിൽ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ പ്രൊഫഷണൽ അട്രാക്റ്റീവ് തംബ്നെയിൽ ഡിസൈൻ എന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് കണ്ടൻറ്റ് മാറ്റിയിട്ട് ഫോട്ടോ ഒക്കെ മാറ്റി കൊടുക്കാം. അതായത് ഞാനിപ്പോൾ അഡ്വാൻസ് ലാംഗ്വേജ് ട്രെയിനിങ് എന്ന് കൊടുക്കുന്നു. ശേഷം സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, നമുക്കിത് കുറച്ച് മേലേക്ക് കൊണ്ടുപോയേക്കാം. ഈ സ്പോക്കൺ എന്നുള്ളത് നമുക്കൊന്ന് വലുതാക്കാം.
ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഫോട്ടോ ഇവിടെ ഇപ്പോൾ നമ്മുടെ തന്നെ ഫോട്ടോ കൊടുക്കാൻ വെച്ചോ. ഞാനിപ്പോൾ നമ്മുടെ തന്നെ ഫോട്ടോ നമുക്ക് അപ്ലോഡ് നമുക്ക് എടുക്കാം. ഞാനിവിടെ വേറൊരു ഫോട്ടോ എടുക്കുകയാണ്. സ്റ്റുഡൻ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു. നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ ഫോട്ടോ നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് അപ്ലോഡിൽ പോയിട്ട് നിങ്ങൾ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡായി. അപ്പോൾ ഇതുപോലെ നിൽക്കും ഫോട്ടോ. ഇനി നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ നിങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഇവിടെ കൊടുക്കണമല്ലോ അല്ലേ. അപ്പോൾ അതൊന്നും കൂടി പ്രൊഫഷണൽ ആവുള്ളൂ ക്ലാസ് എടുക്കുന്ന ആളെ ഫോട്ടോ കൊടുക്കുമ്പോൾ. അവിടെ ഞാൻ BG റിമൂവർ ക്ലിക്ക് ചെയ്യാണ് കേട്ടോ. BG റിമൂവർ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ആ സ്റ്റുഡൻറ്റ് ഇപ്പോൾ സ്റ്റുഡൻ്റ് അല്ല, ആൾക്കൊരു ഒരു ടീച്ചറായി അല്ലേ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയപ്പോൾ അവിടുത്തെ കോൺടെക്സ്റ്റ് തന്നെ മാറി. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്കും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, തംബ്നെയിൽ ഡിസൈൻ ചെയ്യുക. തംബ്നെയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യൽ എങ്ങനെ വല്ലതും ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഷെയർ ഓപ്ഷൻ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുണ്ടാവും. ഡൗൺലോഡിൽ PNG എന്ന് കാണാം. PNG എന്ന് മാറ്റിയിട്ട് JPG എന്നാക്കുക. ശേഷം ക്വാളിറ്റി ഡൗൺലോഡ് ആക്കുക. മാക്സിമൈസ് ചെയ്യുക കേട്ടോ. ക്വാളിറ്റി മാക്സിമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോ വേർഷൻ ആവശ്യം വരും. പ്രോ വേർഷൻ നമുക്ക് വളരെ കുറഞ്ഞ പ്രൈസിൽ ഇപ്പോൾ ആക്ടിവേഷൻ ചെയ്യാൻ കഴിയും. അതിനായിട്ട് നിങ്ങളെ ക്യാൻവയിൽ കൊടുത്തിട്ടുള്ള Gmail ID എനിക്ക് അയച്ചാൽ മതി. അതിൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ശേഷം ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ക്യാൻവ പ്രോ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് വരും. പക്ഷേ നമ്മൾ ഗ്രൂപ്പായിട്ടൊരു ക്യാൻവ പ്രോ ടീമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ എമൗണ്ടിൽ അത് ആക്ടിവേഷൻ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഓൺ ഇമെയിൽ ID യിലേക്കാണ് കേട്ടോ. നിങ്ങളുടെ തന്നെ മെയിൽ ID യിലായിരിക്കും നിങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് ക്യാൻവ പ്രോ ആക്ടിവേഷൻ ചെയ്താൽ അത് ആക്റ്റീവ് ആവുക കേട്ടോ. നിങ്ങളെ മെയിൽ ID യിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. ക്യാൻവ പ്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് പല കാര്യങ്ങളും ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്യാം. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കും. ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ പ്രോ ലെവലായിട്ടുള്ള ഡിസൈൻ ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്തെല്ലാം ചെയ്തു, ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിടെ മാറ്റി, അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു, ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തു. നമ്മളൊരു ഫോട്ടോ നമുക്കിത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാ മാതിരി ഇതിൻ്റെ ക്വാളിറ്റി, വൈബ്രൻസ് അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യില്ലേ ഫോട്ടോയുടെ, അതേപോലെ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ ക്യാൻവയിൽ തന്നെ എഡിറ്റ് ചെയ്യാം. അതിനായിട്ട് വേറെ എഡിറ്റിംഗ് ആപ്ലിക്കേഷനൊന്നും ആവശ്യമില്ല. ഇതെല്ലാം ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ക്യാൻവ എന്നുള്ളത്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ അഡ്ജസ്റ്റ് എന്ന് സാധനം ഉണ്ടല്ലോ, നല്ല അഡ്ജസ്റ്റിൽ നിങ്ങൾക്ക് കാണാം ഓട്ടോ അഡ്ജസ്റ്റ് എന്നുണ്ട്. അതല്ലാതെ ടെമ്പറേച്ചറൊക്കെ നിങ്ങൾക്ക് മാനുവലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം, കുറക്കാം. ഇതുപോലെ ടിന്ന് ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഇതേപോലെ എല്ലാ എഡിറ്റിംഗ് ഫീച്ചേഴ്സും എല്ലാ എഡിറ്റിംഗ് ടൂളും ഉൾക്കൊള്ളുന്നതാണ്. ഗ്രാഫിക് ഡിസൈന് മാത്രമല്ല, ഫോട്ടോ എഡിറ്റിങ്ങിന് ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ വരുന്ന ക്ലാസ്സിലായിട്ട് നമ്മൾ പറയും. നിങ്ങളിതിൻ്റെ പ്രോ വേർഷൻ അതിനെടുക്കേണ്ടി വരും കേട്ടോ. അത് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. ഓക്കെ, ഷാഡോന് ഒരുപാട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം പറയുന്നില്ല, നിങ്ങൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇനിയിപ്പോൾ ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പം ഫോർഗ്രൗണ്ട് മാത്രം എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഫോർഗ്രൗണ്ട് മാത്രം, മുമ്പിലുള്ള സംഭവം മാത്രം, അതാണ് ഫോർഗ്രൗണ്ട്. ഇനി ഫോർഗ്രൗണ്ട് അല്ല, ബാക്ക്ഗ്രൗണ്ട് മാത്രം എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാം ഉണ്ടല്ലേ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ക്ലാരിറ്റി മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടേ ഉണ്ടോ. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷാർപ്പ്നെസ് മാത്രം എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടാണ്, അതിലിപ്പോൾ ഫോർഗ്രൗണ്ട് സെലക്ട് ചെയ്താൽ ഇനിയിപ്പോൾ ഫോർഗ്രൗണ്ടിലായിരിക്കും കേട്ടോ. ഇവിടെ ഫോർഗ്രൗണ്ട്, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യും. ഇതിനെല്ലാം ഓപ്ഷൻ ക്യാൻവയിലുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിതിൽ കളർ പാലറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് എങ്ങനെ കളറ് മാറ്റാം. ഗൂഗിളിൽ നിന്നൊരു കളർ പാലറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുതന്നെ സ്പോർട്സിൻ്റെതോ എഡ്യൂക്കേഷൻ്റെതോ ഏത് സബ്ജക്റ്റ് ആവട്ടെ ആ സബ്ജക്റ്റിൻ്റെ കളർ പാലറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക്
നമ്മുടെ ഡിസൈൻ്റെ കളറ് എൻ്റയർലി എങ്ങനെ മാറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂട്യൂബ് തംബ്നെയിൽ എങ്ങനെയാണ് ക്യാൻവയിൽ ഡിസൈൻ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു ഡിസൈൻ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം എങ്ങനെയാണ് ആ വർക്ക് സേവ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ എങ്ങനെ നമുക്കൊരു ഫോട്ടോ എൻഹാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അതിൽ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അഡ്ജസ്റ്റ് നമുക്ക് ഫോർഗ്രൗണ്ടോ ബാക്ക്ഗ്രൗണ്ടോ ഏതാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ആക്കിയിട്ട് എങ്ങനെ നമുക്കത് എൻഹാൻസ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ എല്ലാവരും ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. നിങ്ങളൊരു കളർ പാലറ്റ് കൊണ്ടുവന്നിട്ട് ഒന്ന് നിങ്ങൾ ഒരു തംബ്നെയിൽ എടുത്തിട്ട് ആ തംബ്നെയിൽ മൊത്തത്തിലൊന്ന് കളർ ചേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ ഒരു യൂട്യൂബ് തംബ്നെയിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് വെക്കുക. രണ്ടാമത്തെ വർക്ക്. മൂന്നാമത്തെ വർക്ക് എന്ന് വെച്ചാൽ പിന്നെ ഒരു ഫോട്ടോ നിങ്ങളിതിൽ എൻഹാൻസ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് സെറ്റാക്കി എടുക്കുക. പിന്നെ നാലാമത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവറാണ്. ഇതേ പ്രൊസീജിയർ തന്നെയാണ് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റിമൂവറും. ഒരു വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ എന്നുള്ളത് ക്യാൻവയുടെ പ്രോ വെർഷനാണ്. അത് നിങ്ങൾ പ്രോ എൻ്റെ അടുത്തുനിന്ന് ആക്ടിവേഷൻ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പ്രോ ആക്ടിവേഷൻ ചെയ്യേണ്ടവർ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങളെ തന്നെ സ്വന്തം ഇമെയിൽ ഐ ഡിയിലായിരിക്കും അത് ആക്റ്റീവ് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.